DCC അധ്യക്ഷൻ പാലോട് രവിയുടെ രാജിപ്രഖ്യാപനത്തിലേക്ക് നയിച്ച വിവാദ കത്ത് പുറത്ത്. പാലോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിനിടെ മഹിളാ കോൺഗ്രസ് നേതാവിനെ അധിക്ഷേപിച്ച മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് KPCCക്ക് നൽകിയ കത്താണ് പുറത്തായത്. ഈ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് പെരിങ്ങമലയിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് CPMൽ ചേക്കേറിയത്. 2023 ഡിസംബർ 30-ന് പാലോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലൂപാലത്ത് യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ പങ്കെടുത്ത മഹിളാ കോൺഗ്രസ് കല്ലറ ബ്ലോക്ക് പ്രസിഡന്റ് S. സുനൈസയെ കല്ലറ ബ്ലോക്ക് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പവിത്രകുമാർ പരസ്യമായി അധിക്ഷേപിച്ചെന്നാണ് പരാതി. യോഗത്തിന് തലേദിവസം ഫോണിൽ വിളിച്ചും പവിത്രൻ തന്നോട് മോശമായി സംസാരിച്ചെന്നും സുനൈസയുടെ പരാതിയിലുണ്ട്. UDF ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ പവിത്രകുമാർ നിർദ്ദേശിക്കുന്ന ആൾക്ക് പാർട്ടിയുടെ അനുമതിയില്ലാതെ ജോലി നൽകാനാവില്ലെന്ന് സുനൈസ നിലപാടെടുത്തതാണ് പവിത്രനെ ചൊടിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പവിത്രനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരി 5-ന് KPCC അധ്യക്ഷനും DCC നേതൃത്വത്തിനും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുനൈസ പരാതി നൽകിയിരുന്നു. പക്ഷേ 1.5 മാസം കഴിഞ്ഞിട്ടും പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്നാണ് പരാതിക്കാരിയുടെ ആക്ഷേപം. ഇത്തരമൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുകൂടി തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള KPCC നേതാവ് നിലപാടെടുത്തതോടെയാണ് കടുത്ത നടപടിയിലേക്ക് കടക്കാൻ സുനൈസയും ഭർത്താവ് കളയപുരം അൻസാരി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തയ്യാറായത്. മാനഹാനിയും മനോവിഷമവും മൂലമാണ് മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതെന്നും സുനൈസയുടെ കത്തിൽ പറയുന്നു. അതേസമയം പെരിങ്ങമല പഞ്ചായത്തിന്റെ ഭരണം UDFന് നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ വിമത ശബ്ദങ്ങൾ തണുപ്പിക്കുന്നതിനുള്ള നാടകീയമായ നീക്കമാണ് രാജിപ്രഖ്യാപനത്തിലൂടെ DCC അധ്യക്ഷൻ പാലോട് രവി നടത്തുന്നതെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ആളുകളെ തണുപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ തീവ്രത മറച്ചുവെക്കുന്നതിനുള്ള രാജി നാടകം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ കത്ത് കൂടി പുറത്തു വരുമ്പോൾ അതിനെ കാണാൻ കഴിയുക. ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് തന്നെ അധിക്ഷേപിച്ചു എന്ന് കാട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ട് പോലും അതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നതിനെ എങ്ങനെ കാണണം? എന്തൊക്കെയാണ് ഈ കത്തിന്റെ ഉള്ളടക്കം? വിശദാംശങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ജനുവരി മാസം 5-ാം തീയതിയാണ് KPCC നേതൃത്വം സുനൈസ കൈമാറിയത്. മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സുനൈസയെ അധിക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ 30-ാം തീയതി പവിത്ര മണ്ഡലം പ്രസിഡന്റ് നടത്തിയ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരാതി നൽകിയത്. സുനൈസയുടെ ഭർത്താവ് കളയപുരം അൻസാരി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരും നേതാവുമൊക്കെയായിരുന്നു. പക്ഷേ ഈ പരാതിയിൽ KPCC നേതൃത്വം നടപടിയെടുക്കാൻ തയ്യാറാകാതിരുന്നതിന് പുറമെ ഇത്തരമൊരു പരാതി പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന നിലപാടെടുത്തതോടെയാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സുനൈസയും ഭർത്താവ് കളയപുരം അൻസാരി ഉൾപ്പെടെയുള്ള നേതാക്കളും തയ്യാറായത്. എന്തായാലും നിലവിൽ ഈ പരാതി ലഭിച്ചിരിക്കുന്ന പരാതി ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തോട് പിണങ്ങിക്കൊണ്ട് പാർട്ടി വിടുക എന്നൊരു തീരുമാനത്തിലേക്ക് കളയപുരം അൻസാരിയും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന അനുയായികളും എത്തിയത്. അതിന് പിന്നാലെയാണ് തീർച്ചയായും ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഡാൻ, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു പാലോട് രവി രാജി പ്രഖ്യാപിച്ചത്. അതേസമയം നേതൃത്വം രാജി സ്വീകരിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു രാജി നാടകം എന്ന് തന്നെ സൂചിപ്പിക്കുന്ന വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. DCC അധ്യക്ഷൻ പാലോട് രവിയുടെ രാജ്യപ്രഖ്യാപനത്തിലേക്ക് നയിച്ച വിവാദ കത്താണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. പാലോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗത്തിനിടെ മഹിളാ കോൺഗ്രസ് നേതാവിനെ അധിക്ഷേപിച്ച മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകിയിട്ടും അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.